ഹായ് ഹലോ ചങ്കികളെ, എന്താണ് വിശേഷം? എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമല്ലേ? നമുക്കേ ഈ ബിഗ് ബോസ് തുടങ്ങിയിട്ടേ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായില്ലേ നമ്മുടെ ബിഗ് ബോസിൽ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ ബ്ലാക്ക് ഡേ അനുമോള് ആര്യൻ്റെയും ജിഷീലിൻ്റെയും കാര്യം പറഞ്ഞിട്ട് ഒരു ഡെമോൺസ്ട്രേഷനൊക്കെ കാട്ടിയ ദിവസം അല്ലേ? അതിനുശേഷം ഒരു പ്രത്യേകതരം ഡിഷ് നമുക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച ലാലേട്ടൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അനുമോൾ നിർത്തിപ്പൊരിച്ചതെന്നും പറഞ്ഞിട്ട്. ആ സമയമേ അനു ആ ഉന്നയിച്ച കാര്യത്തെ കുറേ പുരോഗമനവാദികൾ പറഞ്ഞു. ഇതാരും പറഞ്ഞ തെറ്റാണ്, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല, ആ സംഭവം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ എഴുന്നേറ്റ് പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ പുരോഗമനവാദികൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് എന്ന് വെച്ച ആളാണ് അക്ബർ, ഒനീൽ, അബി. ഇവരോടൊപ്പം വേറെ കുറച്ച് ഹൗസ് മെമ്പേഴ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ സംഭവത്തിൽ. അതിനുശേഷം അനുമോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ വീട്ടിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയി. കൂടെ നിന്നവർ എല്ലാവരും കാലുമാറി. ജിഷിനും മസ്താനിയൊക്കെ ഒപ്പം നിന്നാണ് ആദില നൂറൊക്കെ കൂടെ ഉണ്ടായിട്ട് എല്ലാവരും ലാലേട്ടൻ്റെ ഒപ്പം എപ്പിസോഡിനത് മലക്കം മറിഞ്ഞ് അനുമോൾ ഒറ്റയ്ക്കായി. അതിനുശേഷം ഇന്ന് വരെ അനുമോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ലൈവ് കാണുന്ന ഒരാളായതുകൊണ്ടിട്ടാണ് ഇത്ര ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇന്നലെ പ്രമോനകത്ത് ഒരു ക്ലൂ പോലും തരാതെ ലാലേട്ടൻ ഈ കാര്യം അങ്ങ് എടുത്തിടുകയാണ്. അത് എടുത്തിട്ടത് ഒനിയിലും അതുപോലെ തന്നെ അബിയും സംസാരിക്കുന്നുണ്ടായിരുന്നു. ബിന്നി ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവരുടെ കാര്യം അല്ലെങ്കിൽ ഇവരുടെ ഗെയിം നശിഞ്ഞു പോകുന്നതിനെക്കുറിച്ച്. ആര്യൻ ഇവളുടെ എന്താ പറയുക ജിസൈലിൻ്റെ പുറകെ തൂങ്ങി അടക്കുകയാണ്, പാവാട അലക്കി കൊടുക്കുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ ഒരു സംഭവം ലാലേട്ടൻ ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവനിൽ എന്താണെന്നോ ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് കൈ വീഴാൻ നിൽക്കുമ്പോൾ ലാലേട്ടൻ പറയാൻ ആ ക്ലിപ്പിങ്സ് ഇട്ട് കാണിച്ചാലെന്ന് പറഞ്ഞാൽ ആ ക്ലിപ്പിങ്സ് ഇട്ട് കാട്ടിത്തരുന്നു. ഈ സംഭവം പ്ലേ ചെയ്യണ സമയത്ത് തല നിവർത്തി എന്താ പറയുക ലാലേട്ടനെ നോക്കിയിരുന്ന ആര്യൻ ജിസയിൽ ഒറ്റയടിക്കാൻ തല താഴ്ന്നു പോയി. ജിസയിലിൻ്റെ മുഖത്ത് പിന്നെ പുഞ്ചിരി ഉണ്ടായിട്ടില്ല. ആര്യൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപഹാസ്യനായി എന്നുള്ള രീതിയിനകത്താണ് അവിടെ ഇരുന്നേച്ചത്. കാരണം ശോഭ വിശ്വനാഥ് വന്നപ്പോൾ സാരിത്തുമ്പ് പിടിപ്പിച്ച് നടത്തിയത് ഇവരിത് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു എന്നുള്ള കാര്യവും നമ്മുടെ ഒണിയിലും അതുപോലെ തന്നെ അബിയും അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ബിന്നിയുടെ ഒരു വോയിസും കൂടി അവിടെ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യം എന്ന് ചോദിക്കുമ്പോൾ അബിയും അതുപോലെ ഒണിയിലും ബിന്നിയൊക്കെ പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിന് മുകളിലായിട്ട് റിലേഷൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്, അത് കാരണം ആര്യൻ്റെ ഗെയിം ഇല്ലാണ്ടാവുന്നതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നു. അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബറും പറയുന്നുണ്ട്, ഞാൻ ഇവരോട് ഇങ്ങനെയല്ല ഡയറക്റ്റ് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അക്ബറും പറയുന്നല്ലേ. ശരിക്കും പറഞ്ഞാലേ അന്ന് അനുമോൾ ചെയ്തൊരു കാര്യം തന്നെയല്ലേ ഇന്ന് ഇവരും ചെയ്ത് ജഡ്ജ്മെൻ്റൽ. അനു ഒന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ അണുവിടെ ഇന്നും മാറിയിട്ടില്ല കേട്ടോ. ഒരു വിധത്തിൽ അവൾ മാറിയിട്ടില്ല. പക്ഷേ ഈ പുരോഗമനവാദികൾക്കെല്ലാം ജഡ്ജ്മെൻ്റൽ ഉണ്ടായില്ലേ? പുതപ്പിനടിയിൽ എന്ത് കണ്ടു എന്ന് അനു ജഡ്ജ് ചെയ്തപ്പോൾ ഇവരിവിടെ എന്താ കാട്ടിക്കൂട്ടുന്ന ജഡ്ജ് ചെയ്യാൻ ഇവർക്ക് എങ്ങനെ പറ്റുക? ഈ പുരോഗമനവാദികളുടെ പുരോഗമന ചിന്താഗതി എവിടെ പോയി? ചിന്തിച്ചില്ലേ? ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈയടിച്ചു കേട്ടോ അനുവിൻ്റെ ഒരു മറുപടി കേട്ടിട്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ അനുവിനോട് ചോദിക്കുകയാണ്, അനുമോൾക്ക് എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പ്രൗഡാണ്. അനുമോളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. പ്രൗഡായിട്ട് അനുമോൾ എഴുന്നേറ്റ് നിന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ലാലേട്ട അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുന്ന ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. അവരായി അവരുടെ പാടായി, ഞാനത് വിട്ടു. ഇതിനേക്കാൾ മികച്ചൊരു മറുപടി ലാലേട്ടനും ക്രൂവിനും കൂടെയുള്ള കണ്ടസ്റ്റൻറ്റിനും അനുവിന് കൊടുക്കാനില്ല. സീരിയസ്ലി ഇതിനേക്കാൾ മികച്ചൊരു മറുപടി വേറെ ഉണ്ടോ? അനു അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അനുവിൻ്റെ ഈ ഒരു മറുപടി കുറുക്കി കൊള്ളുന്നായിരുന്നു. ലാലേട്ടനും ക്രൂ മെമ്പേഴ്സും കൂടെ ഇരിക്കുന്നവരും ആരും വിചാരിച്ചിട്ടില്ല കൃത്യമായിട്ട്. അതിനകത്ത് വേറൊരു ചോദ്യമോ ഒന്നും ആർക്കും ചോദിക്കേണ്ട ഒരു അവസ്ഥ അനുവിടെ ഉണ്ടാക്കിയില്ല. നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവളാണ് അനുമോൾ എന്നുള്ളത് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് അവൾ തെളിയിച്ചു. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ആര്യൻ്റെ ഗെയിം ജിസേലിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് കാരണം ഭയങ്കരമായിട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്നലെ കഴിഞ്ഞ ദിവസം ലൈവ് കണ്ടപ്പോഴേ ഇവർ ബാത്റൂമിനകത്ത് ആര്യം കയറിയിട്ട് ജിസേലിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കുത്തി കഴുകുന്ന സീൻ. അപ്പോൾ അവിടെ ഇരുന്നവർ പറയുന്നുണ്ട് ഇത് ബക്കറ്റിലിട്ട് മാത്രം കഴുകാതെ തറയിലിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കഴുകുന്നൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ അടിച്ചടിച്ച് കഴുകുന്നൊക്കെ. അതായത് അപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കാമെന്നേ. ഈ ചെയ്ത് കൊടുക്കുന്നതിലല്ല നമുക്ക് മനസ്സിലാവും ആര്യനെ ജിസേൽ യൂസ് ചെയ്യണം, നല്ല രീതിയിൽ യൂസ് ചെയ്യണം. കാരണം ജിസേൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല പൈസ ഉള്ള കുടുംബത്തിൽ ജീവിച്ച് വളർന്ന ഒരാളാണ്.
മിക്കവാറും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ചെയ്യാനായിട്ട് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. സോ ആ ആൾക്ക് അങ്ങനെ ഒരാളെ വേണം. തൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് തന്നെ ഒന്ന് എന്താ പറയുക കൊണ്ട് നടക്കുന്ന ഒരാൾ വേണം. അതിനു വേണ്ടി ചൂസ് ചെയ്ത ഒരാളായിരിക്കണം ആര്യൻ. കാരണം ജിസയിൽ എല്ലാവർക്കും വന്ന സമയത്ത് ഒനീലിനാണെങ്കിലും ഷാനവാസിനാണെങ്കിലും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ആ ഒരു ഇഷ്ടം അവരുടെ ആ ഒരു ഇഷ്ടമൊക്കെ നേടിയെടുത്ത് ഒരു കൊഞ്ചിപ്പോടെയൊക്കെ സംസാരിച്ച് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ജിസയിൽ ഒരിക്കൽ കെണിയിൽ പെട്ടുപോയത് ശരിക്കും ആര്യനാണ്. നമുക്കറിയാം ആര്യനൊരു സ്പോർട്സ്മാനാണ്, നല്ല സ്പീഡുണ്ട്. റിവേഴ്സ് സൈക്കോളജി, ആര്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിവേഴ്സ് സൈക്കോളജിയൊക്കെ ഉദ്ദേശിച്ച് ഗെയിം കളിക്കാനായിട്ട് അറിയാം. നല്ല എൻ്റർടൈനറാണ്. ഇവൻ്റെ ചേഷ്ടകൾ നമുക്ക് ഇഷ്ടാവില്ല. ഇന്നലെ തന്നെ ലാലേട്ടൻ വന്നിരിക്കുമ്പോൾ അത് അത്രയും ലെജൻഡായിട്ടുള്ള ഒരാൾ ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആര്യൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആ വ്യക്തിയോട് റെസ്പെക്റ്റ് ഇല്ലാത്ത പോലെയാണ് ഇരിപ്പും അവൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് വരുന്നത്. അത് തീർത്തും എനിക്ക് ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ആര്യൻ ഇത്രയും നെഗറ്റീവിലോട്ട് പോകുന്നത്. അതർവൈസ് ആര്യൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ശരിക്കും. ഈ ജിസൈലിൻ്റെ ഒരു കാര്യം വിട്ട് ഇവൻ്റെ ആര്യൻ്റെ പെരുമാറ്റത്തിൽ കുറച്ചും കൂടി ഒരു പക്വത ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആര്യൻ അവിടെ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആര്യൻ്റെ സ്പീഡും ആര്യൻ ആ ഒരു ഗെയിമിന് കാണിക്കുന്ന ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. ആര്യനോട് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വിട്ട് പെരുമാറുമ്പോഴാണ് ആര്യൻ പറയുന്നത് ഞാൻ ഈ ഗെയിം കൊളാക്കും എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം അവിടെ ആര്യൻ ജെനുവിനായിട്ട് ഗെയിം കളിക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കാലം അനുമോൾ എന്ന കണ്ടസ്റ്റൻറ്റിന് നീതി അറിഞ്ഞോ അറിയാതെയോ അവൾക്കൊരു നീതി കൊടുത്തിട്ടുണ്ടല്ലേ. അത്രയും ക്രൂശിക്കപ്പെട്ട കുലസ്ത്രീ എന്ന് പേര് കേട്ടിട്ട് നിന്ന ഒരാളാണ്. എന്താണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറകെ നോക്കാം. അയ്യോ, അതിൻ്റെ ഒപ്പം ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ നമ്മുടെ ജിഷിനും അതുപോലെ തന്നെ എന്തെന്നാളുടെ പേര് മറന്നല്ല, ലക്ഷ്മിയും കാലുമാരും ഒരു മാറ്റമുണ്ടടേ. ഞാൻ തന്നെ ആലോചിച്ചു ജിഷിനല്ലേ അന്ന് ഈ ഡെമോ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് അങ്ങനെ കാണിച്ചതൊക്കെ. ജിഷിനൊക്കെ എന്ത് മലക്കം മറിഞ്ഞേ. ലക്ഷ്മീനെ പിന്നെ ആ സമയത്ത് തന്നെ ഷാനവാസ് കുറിക്ക് കൊള്ളണം മറുപടി കൊടുത്ത് അങ്ങോട്ട് ഇരുത്തി കേട്ടോ. അയ്യോ, അതൊക്കെ ശരിക്കും നമുക്ക് കൈയടിക്കാം. അതായത് ആ സമയത്ത് അങ്ങനെ തന്നെ ഇരുത്തണം. അത് കട്ട് ചെയ്ത് ഒരിക്കലും പോവില്ല ആ സാധനം. എപ്പിസോഡൊക്കെ കട്ട് ചെയ്ത് പോയാലും ഒരിക്കലും കട്ട് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സാധനമാണ് അതൊക്കെ. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ വാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.